ഭാരത കത്തോലിക്ക സഭയെ നയിക്കാൻ തൃശ്ശൂരിൻ്റെ സ്വന്തം താഴത്ത് പിതാവിന് ഇത് രണ്ടാം ഊഴം. കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് 2022 CBCI പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മാർ താഴത്ത് കൃത്യമായ നേതൃപാടവം കൊണ്ട് ഏറെ ശ്രദ്ധേയനായ വ്യക്തിത്വമാണ്. തൃശ്ശൂർ അതിരൂപത അധ്യക്ഷൻ എന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലും 2 വർഷക്കാലം CBCI പ്രസിഡന്റ് എന്ന നിലയിലും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമെന്ന നിലയിലാണ് ഭാരതസഭയെ നയിക്കാനുള്ള ഉത്തരവാദിത്തം വീണ്ടും ആ കരങ്ങളിലേക്ക് എത്തുന്നത്. തൃശ്ശൂർ അതിരൂപതയിലെ പുതുക്കാട് ഇടവകയിൽ 1951 ഡിസംബർ 13 മാർ താഴത്തിൻ്റെ ജനനം. 1977 വൈദികനായി അഭിഷിക്തനായ അദ്ദേഹം 2004 തൃശ്ശൂർ അതിരൂപത സഹായമെത്രാനായി. 2007 മാർച്ച് 18 അതിരൂപത അധ്യക്ഷനായി സ്ഥാനമേറ്റു. 2022 ജൂലൈയിൽ എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ അദ്ദേഹം 2024 ജനുവരി വരെ ആ സ്ഥാനത്ത് തുടർന്നു. CBCI വൈസ് പ്രസിഡന്റായും KCBC പ്രസിഡന്റായും അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആർച്ച് ബിഷപ്പ് ജോർജ് അന്തോണിസ്വാമി മദ്രാസ് മൈലാപ്പൂർ അതിരൂപത അധ്യക്ഷനാണ്. തമിഴ്നാട്ടിൽ ട്രിച്ചിയിൽ 1952 ജനിച്ച അദ്ദേഹം 1980 വൈദികനായി അഭിഷിക്തനായി. ജോർദാൻ, ഗാംബിയ, ലൈബീരിയ, ഗിനിയ തുടങ്ങിയ രാജ്യങ്ങളിലെ വത്തിക്കാൻ പ്രതിനിധിയായി സേവനം ചെയ്തിട്ടുണ്ട്. 2005 ബെനഡിക്റ്റ് 16 പാപ്പ ഇറ്റലിയിലെ സാർദിനിയയിലെ സഹായമെത്രാനായി അദ്ദേഹത്തെ നിയമിച്ചു. 2012 നവംബറിൽ ആർച്ച് ബിഷപ്പ് മലയപ്പൻ ചിന്നപ്പ വിരമിച്ചതിനെ തുടർന്ന് മദ്രാസ് മൈലാപ്പൂർ അതിരൂപത അധ്യക്ഷനായി നിയമിതനായി. പത്തനംതിട്ടയിലെ വടശ്ശേരിക്കരയിൽ 1952 ഏപ്രിൽ 20 ബിഷപ്പ് ജോസഫ് മാർ തോമസിൻ്റെ ജനനം. 1978 വൈദികനായി. അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞനും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനും പ്രൊഫസറും എഴുത്തുകാരനുമായ ബിഷപ്പ് ജോസഫ് മാർ തോമസ് 2005 തിരുവനന്തപുരം രൂപതയുടെ സഹായമെത്രാനായും അതേസമയം തന്നെ നോർത്ത് അമേരിക്കയുടെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായും നിയമിതനായി. 2010 മുതൽ ബത്തേരി രൂപതയുടെ ബിഷപ്പായി സേവനം ചെയ്തു വരുന്നു. ഇത് 2ാം തവണയാണ് CBCI വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. CBCI സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആർച്ച് ബിഷപ്പ് അനിൽ ജോസഫ് തോമസ് കുട്ടോ ഗോവയിലാണ് ജനിച്ചത്. 1981 വൈദികനായി അഭിഷിക്തനായി. നിരവധി ഇടവകകളിൽ വികാരിയായും മിഷണറി വൈദികനായും സെമിനാരി റെക്ടറായും സേവനം ചെയ്ത ഡോക്ടർ അനിൽ കുട്ടോ 2001 ജനുവരി 17 ഡൽഹി അതിരൂപതയിൽ സഹായമെത്രാനായി നിയമിതനായി. 2007 മുതൽ ജലന്ധർ രൂപതയുടെ ബിഷപ്പായി സേവനം ചെയ്ത ഡോക്ടർ അനിൽ കുട്ടോ 2012 ഡൽഹി അതിരൂപത അധ്യക്ഷനായി നിയമിതനാകുന്നത്. 2013 ജനുവരിയിലായിരുന്നു സ്ഥാനാരോഹണം.